വാഗ്വാദം പറഞ്ഞ് ആമേ കിട്ടുന്ന വണ്ടിക്ക് കയറിക്കുന്ന ഒരു ഉപദേശിയായിരുന്നെങ്കിൽ ഒരു പോരാട്ടം ഉണ്ടാവില്ല. മനസ്സിലായോ? ഞങ്ങൾക്ക് വലിയ കുടുംബമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഒരു പ്രവർത്തനം കുറയുന്നില്ല. നാളെ കൊണ്ട് ഞങ്ങൾക്ക് യോഗം, മറ്റേനാൾ വൈകിട്ട് കൊണ്ട് ഞങ്ങൾക്ക് യോഗം, മാസാവസാനം ഉപവാസമുണ്ട്, മാസത്തിലൊരു യൂത്ത് മീറ്റിംഗ് ഉണ്ട്. അപ്പം കൊച്ചു കുഞ്ഞുങ്ങളില്ല, എല്ലാവരും മുതിർന്നു പോയത് കൊണ്ട് സൺഡേ സ്കൂളില്ല. പിന്നെ വീടുകളിൽ 3 വീടുകളിൽ മാസം ഓരോ യോഗമുണ്ട്. റിപ്പോർട്ട് അവതരിപ്പിക്കാൻ നിൽക്കുകയല്ല. സൺഡേ കൃത്യമായിട്ട് 10 മുതൽ 1 മണി വരെ ആരാധനയുണ്ട്. പിന്നെ ഇട മീറ്റിംഗ് മറ്റു മീറ്റിങ്ങുകളൊക്കെ ഇടയ്ക്ക് കയറി വരും. അതേ സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ സാരം ഞാൻ ചോദിച്ചാൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ചില പോരാട്ടമുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല് പോരാട്ടം നമുക്ക് അടിക്കുമ്പോൾ നാം ഒരു കാര്യം ചെയ്യുന്നറിയാമോ? നാം അവനെ അന്വേഷിക്കും. അവനെ അന്വേഷിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ ദൈവസഭയോട് ദൂത് പറയാം. ആ ദൈവത്തിന്റെ കാര്യം നമുക്ക് അനുകൂലമായി ഇന്ന് പകൽ അവൻ ചലിക്കും. ആ ദൈവം നമുക്ക് അനുകൂലമായിട്ട് ഉള്ളിടത്തോളം കാലം ഒരന്ധകാര ശക്തികളെയും എനിക്ക് നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല. ഇതുവരെ നമ്മുടെ മുമ്പിൽ ഒരുവനുണ്ട്. അത് നാം ആശ്രയിക്കുന്ന, നാം അന്വേഷിക്കുന്ന നമ്മുടെ കർത്താവ്. ആസ എന്നൊരു രാജാവ്. ആസ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വൈദ്യർ എന്നാണ്. വൈദ്യർ എന്ന ആസ എന്ന ആസ രാജാവായിരുന്നു. ഇസ്രായേലിനെ ഏതാണ്ട് 35 വർഷത്തോളം ഭരിച്ചയാളാണ്. ഈ ഭരണകർത്താവായ ആസ എന്ന രാജാവിനെ കുറിച്ച് ഞാനൊന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടങ്ങളിൽ തന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ചെയ്തത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം